ഇന്ത്യയിൽ 2004 വരെ വളരെയധികം വിൽപ്പന ഉണ്ടായിരുന്ന ഒരു മോഡലാണ് ടൊയോട്ട ക്വാളിസ് എന്നുള്ളത്. ആ ക്വാളിസിനെ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ടൊയോട്ട മറ്റൊരു വാഹനത്തിനെ വിപണിയിലെത്തിച്ചു. അതാണ് ടൊയോട്ട ഇന്നോവ എന്നുള്ളത്. 2004 വിപണിയിലെത്തിയപ്പോൾ മുതൽ വളരെയധികം ജനപ്രീതി നേടിയ ഒരു മോഡൽ തന്നെയാണ് ഇന്നോവ. ഇന്ന് ഈ 2020-ലാണെന്നുണ്ടെങ്കിലും 16 വർഷങ്ങൾക്ക് ഇപ്പുറമാണെങ്കിലും ഈ ഒരു ഇന്നോവയുടെ സ്വീകാര്യത കൂടിയിട്ടുള്ളൂ എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല ഒരിക്കലും. കുറച്ച് നാൾ മുൻപ് ഇന്നോവയുടെ ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതാണ് ഇന്നോവ ക്രിസ്റ്റ എന്നുള്ളത്. അതിനും മികച്ച സ്വീകാര്യത തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭിച്ചത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് GCC സ്പെക്കിലുള്ള അല്ലെങ്കിൽ UAE-ൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഇന്നോവയാണ്. ഇതിന് ഇന്നോവ ക്രിസ്റ്റ എന്നല്ല പേര്. കാണാൻ ഒരുപോലെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ പേര് ഇന്നോവ എന്നാണ്. ഇന്നോവ ക്രിസ്റ്റ എന്നൊരു വാല് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് GCC സ്പെക്കിലുള്ള ഇന്നോവയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നോവയുടെ മുൻഭാഗത്ത് നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുക ഈ ഒരു വലിയ ഗ്രില്ല് തന്നെയാണ്. മികച്ചൊരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ നമുക്കൊരു ക്രോം ഗ്രില്ലാണ് വരുന്നത്. ഈ ഗ്രില്ലിൻ്റെ ഈ ഒരു എലമെൻറ്റ്സ് എല്ലാം ഹെഡ് ലാമ്പിനകത്തേക്ക് കയറി നിൽക്കുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. മികച്ചൊരു ഡിസൈനിലാണ് ഈ ഒരു ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഹാലജൻ ഹെഡ് ലാമ്പാണ്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഒരു ഫോഗ് ലാമ്പും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്ലോട്ടും കാണാം. ഇൻഡിക്കേറ്ററിൻ്റെ കവറെല്ലാം കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മികച്ചൊരു ഡിസൈനിലേക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിനെ മാറ്റിയിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ബോട്ടം പോർഷൻ മുതൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ബോഡി ലൈനായി ഫോം ചെയ്ത് എ പില്ലറിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അത് കാണാൻ ഭംഗിയായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇന്നോവയിലെല്ലാം കണ്ടിട്ടുള്ള പോലെ തന്നെ വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്കൊരു 16 ഇഞ്ച് അലോയ് വീൽ കാണാം. ഇത് ഞാൻ പറഞ്ഞു ഒരു ബേസ് മോഡൽ ആയതുകൊണ്ടാണ് 16 ഇഞ്ച് അലോയ് വീൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ വരുന്നത് 17 ഇഞ്ച് അലോയ് വീലാണ്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു അലോയ് വീലും കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്ററെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ORVM ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വിൻഡോ ലൈൻസ് എല്ലാം റബ്ബർ ബീഡിംഗ് ആണ്. ക്രോം എലമെൻ്റ് ഒന്നുമില്ല. B പില്ലറും C പില്ലറെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്രോം ഡോർ ഹാൻഡിൽ നമുക്ക് കാണാം. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയുള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു ഇന്നോവ എന്നുള്ളത്. സൈഡിൽ നമുക്ക് ചെറിയ ചെറിയ ബോഡി ലൈൻസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ മുകളിൽ നിന്നൊരു ബോഡി ലൈൻ വന്ന് നേരെ ടെയിൽ ലാമ്പിൻ്റെ അവിടെ വരെ അവസാനിക്കുന്നുണ്ട്. ഒരു മികച്ചൊരു ഷേപ്പിലേക്ക് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസിനെ മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ഗ്ലാസ് ഏരിയ ഉള്ളൊരു വാഹനം തന്നെയാണ് ഇന്നോവ എന്നുള്ളത്. മുകളിൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. അതേപോലെ തന്നെ പിന്നിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു LED സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഡീഫോക്കർ ലൈൻസ് എല്ലാം ഈ ഒരു വിൻഷീൽഡിൽ കാണാം. ഒരു റിയർ വൈപ്പർ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ടൊയോട്ടയുടെ വലിയൊരു ലോഗോ നമുക്കിവിടെ കാണാം. പിൻഭാഗത്താണെങ്കിലും നല്ലൊരു ഡിസൈനിലേക്കാണ് ഈ ഒരു വാഹനത്തിനെ മാറ്റിയിട്ടുള്ളത്. ഈ ഒരു ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ 2014 സമയത്തെല്ലാം ഇറങ്ങിയിരുന്ന ഒരു ക്യാമറി ഉണ്ടായിരുന്നു. ആ ഒരു മോഡലിൻ്റെ ടെയിൽ ലാമ്പുമായിട്ട് കാര്യമായിട്ടുള്ളൊരു സാദൃശ്യം എനിക്ക് ഈ ടെയിൽ ലാമ്പിന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒരു മനോഹരമാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെ നമുക്ക് SC എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇതിൻ്റെ ബേസ് മോഡലാണ്. ടോപ്പ് എൻഡ് മോഡലിന് SC+ എന്നാണ് പേര്. ഇവിടെ ഇന്നോവ എന്നൊരു ബാഡ്ജിങ് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് വെറും ഒരു ഇന്നോവയാണ്, ഇന്നോവ ക്രിസ്റ്റ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണുന്നുണ്ട്. ബമ്പറിൻ്റെ ഇരുവശത്തുമായിട്ട് റിഫ്ലക്റ്റേഴ്സ് നൽകിയിരിക്കുന്നു. അടിയിൽ നമുക്ക് സ്പെയർ വീലും കാണാം. ഒരു എക്സോസ്റ്റ് ടിപ്പ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സ്ഥല സൗകര്യമൊക്കെ കാണാം. അത്യാവശ്യം ലഗേജ് എല്ലാം വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 3 റോ സീറ്റും നിവർത്തി വെച്ചിരിക്കുകയാണ്. എന്നാലും അത്യാവശ്യം ലഗേജ് ഏരിയ ഈ വാഹനത്തിനുണ്ട്. ഇവിടെ നമുക്കൊരു ഹെഡ് റെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഊരി വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. 2 പേരാണ് പിന്നിലിരിക്കുന്നുള്ളതുണ്ടെങ്കിൽ ആ ഒരു ഹെഡ് റെസ്റ്റെല്ലാം ഊരി വയ്ക്കാം. അത് ഊരി വയ്ക്കാനായിട്ടുള്ളൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹോളെല്ലാം നമുക്ക് ഇവിടെയായിട്ട് കാണാം. ഇതിൽ ഇറക്കി വയ്ക്കാം. ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കും.
ഇതാണ് ഈ ഒരു ഇന്നോവയുടെ കീ എന്നുള്ളത്. ഒരു ഫ്ലിപ്പ് ടൈപ്പ് കീ ആണ്. നമുക്കിപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാര്യമായിട്ട് വാർണിംഗ് ലാംപ്സ് എല്ലാം ഉണ്ട്. ഇതൊരു ബേസ് മോഡൽ വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാര്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. കുറേ വാർണിംഗ് ലാംപ്സ് ഉണ്ട് എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് 2 ഡയലുകൾ കാണാം. ഒരെണ്ണം ടാക്കോമീറ്ററും ഒരെണ്ണം സ്പീഡോമീറ്ററും ആണ്. അതിൻ്റെ താഴെ തന്നെ ടെമ്പറേച്ചർ ഗേജും അതേപോലെ തന്നെ ഫ്യൂൽ ഗേജും കാണാം. ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ താഴെയായിട്ട് ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ഇത്രയും കാര്യങ്ങളായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ ഒരു ഇന്നോവ SC എന്നുള്ള മോഡലിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ നമ്മൾ ഫോർച്യൂണറിലെല്ലാം കണ്ടിട്ടുള്ള പോലത്തെ ആ ഒരു 4.2 ഇഞ്ച് ഒപ്റ്റിട്രോൺ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. പക്ഷേ ഇതൊരു ബേസ് മോഡലായതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മോഡലിനകത്ത് കൊടുത്തിട്ടുള്ളൂ. മുകളിലായിട്ട് ഇന്നോവ എന്നല്ല എഴുതിയിട്ടുണ്ട്. തിരക്കില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് ആ ഒരു ക്ലസ്റ്ററിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൊയോട്ടയുടെ പുതിയ വാഹനങ്ങളെല്ലാം കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം ഉണ്ട്. ഇവിടെ ബ്ലൂടൂത്ത് ടെലിഫോണിയുടെ അതുപോലെ തന്നെ വോളിയം അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു ഫീഡ്ബാക്കുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളിലും ഉള്ളതുപോലെ തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് വരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് AC വെൻറ്റുകളെല്ലാം കാണാം. ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു ബേസ് മോഡലാണ്, കുറച്ച് പരിമിതികൾ ഉണ്ടാവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാം. നല്ലൊരു ഡിസൈനിലേക്കാണ് ഈ ഒരു ഡാഷ്ബോർഡിനെ മാറ്റിയെടുത്തിരിക്കുന്നത്. നമ്മൾ കൊറോള ഓൾട്ടീസിലെല്ലാമാണ് ഈ ഒരു ഡിസൈൻ കണ്ടു തുടങ്ങിയത്. അതിനുശേഷം ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളിലും ഇതേപോലത്തെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. മധ്യഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇത് ടച്ച് സ്ക്രീനൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ നമുക്ക് FM അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, പിന്നെ പെൻ ഡ്രൈവ്, അതുപോലെ തന്നെ ഓക്സിലറി, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. വോളിയം കൺട്രോൾസ് എല്ലാം ഇവിടെ കാണാം. ബ്ലൂടൂത്ത് ടെലിഫോണി എല്ലാം ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സ്വിച്ചസ് എല്ലാം ഇവിടെ കാണാം. അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. AC കൺട്രോൾസ് എല്ലാം ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണാം. ഇതെല്ലാം കുറച്ചൊന്ന് മുകളിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. മികച്ചൊരു ഡിസൈൻ തന്നെയാണിത്. മാനുവൽ AC ആണ് ഈ ഒരു മോഡലിനകത്തുള്ളത്. എന്നാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ വരുന്നത് ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇക്കോ മോഡ് അതുപോലെ തന്നെ പവർ മോഡ് എന്നിങ്ങനെ സ്വിച്ചസ് കാണാം. ഇത് 2 ഡ്രൈവിംഗ് മോഡുകളാണ്. അതിനെക്കുറിച്ച് ഞാൻ ഓടിക്കുമ്പോൾ കൂടുതലായിട്ട് പറയാം. അതേപോലെ തന്നെ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള ഒരു മോഡലാണ്. അതിൻ്റെ ഗിയർ നോബാണ് ഈ കാണുന്നത്. മാനുവലായിട്ട് ഓടിക്കാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. S എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലസ് മൈനസ് വെച്ചിട്ട് നമുക്ക് മാനുവലായിട്ട് ഓടിച്ച് പോവാം. ഗിയർ നോബിൻ്റെ പിന്നിലായിട്ടൊരു കപ്പ് ഹോൾഡർ കാണാം. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ആംറസ്റ്റ് നമുക്ക് പിൻഭാഗത്തായിട്ട് കാണാം. ഈ ഒരു ആംറസ്റ്റിൻ്റെ അകത്ത് അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം ഉണ്ട്. 2 ഗ്ലൗ ബോക്സാണ് ഈ ഒരു ഇന്നോവയ്ക്കുള്ളത്. മുകൾ ഭാഗത്തുനിന്ന് നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് അത്യാവശ്യം ചെറുതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്കാണെങ്കിലും ഇവിടെയും ഒരു വലിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നമുക്കൊരു ലൈറ്റ് എല്ലാം കാണാം. അതേപോലെ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 2 സൺ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. 2ലും നമുക്ക് മിറർ എല്ലാം കാണാം. മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു ഇൻറ്റേർണൽ റിയർ വ്യൂ മിററാണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ താഴെയായിട്ട് കാണുന്നുണ്ട്. മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൊരു ഫ്രണ്ട് സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫാബ്രിക് മെറ്റീരിയലാണ് ഈ ഒരു സീറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. നല്ല തൈ സപ്പോർട്ടും ലംബാർ സപ്പോർട്ടും എല്ലാം തരുന്ന ഒരു സീറ്റ് തന്നെയാണ് മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഡ്രൈവർ സൈഡ് ഡോർ പാഡാണ് ഈ കാണുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മികച്ചൊരു ഡിസൈനിലേക്ക് ഈ ഒരു ഹാൻഡിലിനെ മാറ്റിയിരിക്കുന്നു. ഒരു ക്ലോത്ത് ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം കാണാം. 1 ടച്ച് അപ്പ് ഡൗൺ ഫംഗ്ഷനുള്ള ഡ്രൈവർ സൈഡ് വിൻഡോയാണ്. അതിൻ്റെ ഒരു A എന്നുള്ളൊരു മാർക്കിംഗ് നമുക്ക് ഇവിടെ കാണാം. സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചസും മിററിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ കാണാം. താഴേക്ക് വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡറും അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു സ്പീക്കറും റിഫ്ലക്ടറും നമുക്ക് അടിഭാഗത്തായിട്ട് കാണാം. ഇന്നോവയുടെ റിയർ സീറ്റാണ് ഈ കാണുന്നത്. നമുക്ക് കയറി ഇരുന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സ്ഥല സൗകര്യം എന്നൊക്കെ. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ട്രേ കാണാം. ഇത് ഡ്രൈവർ സീറ്റിൻ്റെയും അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റിൻ്റെയും പിന്നിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ അത്യാവശ്യം ഫുഡെല്ലാം കഴിക്കാനായിട്ട് ഈ ഒരു ട്രേ ഉപയോഗിക്കാം. ഒരു കപ്പ് ഹോൾഡറെല്ലാം കൊടുത്തിട്ടുണ്ട്. മാക്സിമം 10 കിലോഗ്രാം എന്നൊരു സ്റ്റിക്കറെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. കാരണം നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയെല്ലാം പോകുമ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഒരു മികച്ചൊരു ഫീച്ചർ തന്നെയാണത്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഫയൽ പോക്കറ്റെല്ലാം കാണാം. റിയർ ഡോർ പാഡിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷെല്ലാം കാണാം. നമ്മൾ ഗ്രില്ലിലും അതേപോലെ തന്നെ ഡാഷ്ബോർഡിലെല്ലാം കണ്ട ആ ഒരു എലമെൻറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോത്ത് എല്ലാം നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഈ ഒരു റിയർ ഡോർ പാഡിലും കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്കൊരു സ്പീക്കർ കാണാൻ സാധിക്കും.
താഴ്ഭാഗത്തായിട്ടൊരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇന്നോവയുടെ സെക്കൻഡ് റോ സീറ്റിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആവശ്യത്തിലധികം ലെഗ് സ്പേസും അതുപോലെ തന്നെ ഹെഡ് സ്പേസും ഉള്ളൊരു വാഹനം തന്നെയാണ് ഇന്നോവ എന്നുള്ളത്. ഇന്നോവ ശരിക്കും ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ സീറ്റ് കംഫർട്ടിന് തന്നെയാണ് കുറച്ച് ഫേമസ് ആയത്. ഇപ്പോഴും എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഇന്നോവയുടെ സെക്കൻഡ് റോ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മികച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ തന്നെയാണ് ഇന്നോവയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റിലും നൽകിയിട്ടുള്ളത്. ഫ്ലോറിലാണെങ്കിലും ട്രാൻസ്മിഷൻ ടണലൊന്നും കാര്യമായിട്ട് ഉയർന്നു നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ താഴെ നമുക്കൊരു 12 വോൾട്ട് സോക്കറ്റ് കാണാം. പിന്നെ പിൻഭാഗത്തെ യാത്രക്കാർക്കായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൊബൈലോ എന്തെങ്കിലും വച്ചിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. 2 പേരാണ് ഇവിടെ യാത്ര ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും അതിൽ കപ്പ് ഹോൾഡേഴ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. സെക്കൻഡ് റോ സീറ്റിലേക്കും AC വെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ AC കൺട്രോൾസ് നമുക്ക് ഇവിടെ മധ്യഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സ്പ്രിംഗ് ലോഡറായിട്ടുള്ളൊരു ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് എല്ലാം നമുക്കിവിടെ കാണാം. ഈ ഒരു സെക്കൻഡ് റോ സീറ്റ് നമുക്ക് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തേർഡ് റോയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു ലിവർ അമർത്തിയാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തേർഡ് റോയിലേക്ക് കയറാൻ സാധിക്കും. നമുക്കിനി തേർഡ് റോ സീറ്റിലൊന്ന് കയറി ഇരുന്ന് നോക്കാം. ഇപ്പോൾ ഇരിക്കുന്നത് ഇന്നോവയുടെ തേർഡ് റോ സീറ്റിലാണ്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം വേണ്ട സ്ഥല സൗകര്യം എല്ലാം പിന്നിലും കൊടുത്തിട്ടുണ്ട്. എൻ്റെ അത്ര പൊക്കമുള്ളവർക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും എന്നെക്കാളും പൊക്കം കുറവുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാം. എനിക്കൊരു 6 അടി പൊക്കമുണ്ട്. അപ്പോൾ ഇതിൽ പിന്നിലെ സീറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ട് തീരെ കുറവാണ്. കാലെല്ലാം കുറച്ച് ഉയർത്തി വെച്ചിട്ട് ഇരിക്കുന്നൊരു പൊസിഷനിലാണ് നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു സീറ്റ് കുറച്ച് റിക്ലൈനബിൾ ആണ്. അതുകൊണ്ട് അത്യാവശ്യം വലിയ തിരക്കില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ തേർഡ് റോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC വെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സൈഡിലൊരു ഗ്രാബ് ഹാൻഡിൽ കാണാം. തേർഡ് റോയിൽ മിഡിൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു സീറ്റ് ബെൽറ്റ് നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഇന്നോവ ഓടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെ കുറിച്ചിട്ടാണ്. വളരെ മികച്ച ഹൈറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2.7 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു മോഡലിനകത്തുള്ളത്. ഇതൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ടർബോ ചാർജറൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ UAE ആകെ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഡീസൽ എഞ്ചിൻ അവൈലബിൾ അല്ല. ഈ ഒരു ഇന്നോവ എന്നുള്ള മോഡലിന്, ഇന്നോവ ക്രിസ്റ്റ അല്ല, ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നോവ ക്രിസ്റ്റ എന്നുള്ള പേര് നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. ഇവിടെ ഇന്നോവ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ഇന്നോവ എന്നുള്ള മോഡലിനെ ഇതിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഡീലേഴ്സിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എന്നുള്ള സെക്ഷനിലാണ് ഈ ഒരു ഇന്നോവ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ MPV എന്നുള്ളൊരു സെഗ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും ഒരു നമ്മൾ ഫാമിലി യൂസിന് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഇവിടെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ്. എന്നാലും ഇവരെന്തുകൊണ്ടോ കൊമേഴ്ഷ്യൽ സെക്ഷനിലാണ് ഈ ഒരു ഇന്നോവയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതൊരു ലക്ഷറി കാറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുള്ളവൻ കുറച്ച് പൈസക്കാരൻ എന്നുള്ളൊരു ഫീലാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ എന്നാൽ അത് കൊമേഴ്ഷ്യൽ കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. 164 BHP പവറും 245 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു എഞ്ചിൻ നമുക്ക് നൽകുന്നുണ്ട്. മികച്ച പവർ തരുന്ന ഒരു വാഹനം തന്നെയാണ്. ഇന്നോവയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരുമാതിരി എല്ലാവരും ഓടിച്ചിട്ടുള്ളൊരു വാഹനമായിരിക്കും ഇന്നോവ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഇഷ്ടമുള്ള ഒരു വാഹനം തന്നെയായിരിക്കും ഇന്നോവ എന്നുള്ളത്. ഇന്നോവ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ്. നമ്മൾ സാധാരണക്കാർ മുതൽ മന്ത്രിമാർക്ക് വരെ ഇഷ്ടമുള്ള ഒരു വാഹനമാണ് ഈ ഒരു ഇന്നോവ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ യാത്രാസുഖത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓടിക്കാനുള്ള കംഫർട്ടിനെ കുറിച്ചും ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതില്ല. ഈ ഒരു ഇന്നോവയുടെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ ഡബിൾ വിഷ്ബോണും അതുപോലെ തന്നെ പിന്നിൽ 4 ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. മികച്ചൊരു യാത്രാസുഖം നൽകുന്ന ഒരു വാഹനം തന്നെയാണ്. അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ ഒരു ഇന്നോവയ്ക്ക് നൽകിയിട്ടുള്ളത്. മികച്ച രീതിയിൽ തന്നെ ഇതിൻ്റെ ഷിഫ്റ്റുകൾ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ പവർ ഡെലിവറി നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇന്നോവ എന്നുള്ളത്. ഈ ഒരു വാഹനത്തിൽ 2 ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇക്കോ പിന്നെ പവർ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ആ ഒരു ഫോർച്യൂണർ ഓടിച്ചപ്പോൾ ഈ ഒരു ഡ്രൈവ് മോഡുകളെ കുറിച്ച് പറഞ്ഞതാണ്. അതേപോലെ ഈ ഒരു ഇന്നോവയിലും നൽകിയിട്ടുണ്ട്. പവർ എന്ന മോഡിലേക്ക് മാറ്റുമ്പോൾ കുറച്ചും കൂടെ പവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവിംഗ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈ വാഹനം. അതുപോലെ തന്നെ ഇക്കോ എന്നുള്ളത് കുറച്ചും കൂടെ മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മോഡാണ്. അപ്പോൾ അത്ര ഒരുപാട് പവറൊന്നും നമുക്ക് ലഭിക്കില്ല. ഒരു എക്കണോമി റേഞ്ച് തന്നെയാണ്. കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ് ഈ ഒരു ഇക്കോ മോഡ് എന്നുള്ളത്. അങ്ങനെ 2 പവർ മോഡ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ABS, EBD, എയർ ബാഗുകൾ, ഡ്രൈവർ എയർ ബാഗ്, പാസഞ്ചർ എയർ ബാഗും സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവറിനൊരു നീ എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. മുട്ടിന് പരിക്കൊന്നും ഏൽക്കാതിരിക്കാനായിട്ടുള്ള ഒരു നീ എയർ ബാഗും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്.
പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, കുട്ടികൾക്കായിട്ട് ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട്, ഹിൽ അസിസ്റ്റ് കൺട്രോൾ, റിയർ വ്യൂ ക്യാമറ, പാർക്കിംഗ് സെൻസേഴ്സ്, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ വരുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിലെ സ്റ്റിയറിങ്ങിന് ഒരു സാധാരണ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ ലെതർ ആൻഡ് വുഡ് ഫിനിഷിലുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതേപോലെ കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് ടോപ്പ് ആൻഡ് മോഡലിൽ. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്നുള്ളത് ടിൽറ്റ് അഡ്ജസ്റ്റൻ്റ് ഉള്ളതാണ്. അങ്ങനെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഇന്നോവ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവിനുള്ള ഈ ഒരു വാഹനം തന്നത് ഫുജൈറയിൽ ധദ്ന എന്നുള്ള സ്ഥലത്തുള്ള സിറ്റി ലിമോസിൻ എന്നുള്ളൊരു കമ്പനിയാണ്. ഇതൊരു ട്രാവൽ ഏജൻസിയാണ്. നമുക്ക് റെൻ്റൽ കാറുകൾ അല്ലെങ്കിൽ ലിമോസിൻ അങ്ങനെ ഓരോ വാഹനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റി ലിമോസിൻ എന്ന സ്ഥാപനത്തെ സമീപിക്കാവുന്നതാണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.